എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു അയിലത്തല കറി വയ്ക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. വേറൊരു രീതിയിലാണ് കറി വയ്ക്കുന്നത്. അതിന് വേണ്ടി തല നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. തലയ്ക്കകത്ത് വണ്ടുണ്ട്, അയിലത്തലയ്ക്കകത്ത്. അതുകൊണ്ട് നമ്മളിങ്ങനെ വിരലിട്ട് നല്ല രീതിയിൽ അകത്തി കൊടുത്തിട്ട് കഴുകി എടുക്കണം. അതിൻ്റെ ഞവള വേണമെങ്കിൽ ഞവളയെന്നാണ് അതിൻ്റെ തോടിനെ പറഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം. പക്ഷേ എനിക്കത് ഇഷ്ടമാണ്. അത് കഴുകി എടുത്തതിന് ശേഷം നമുക്കൊരു ഇരുമ്പിച്ചട്ടി അടുപ്പത്ത് വെച്ച് കുരുമുളക്, ചെറിയ ഉള്ളി, ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയിട്ട് പൊട്ടിക്കുക. ഉലുവയിട്ട് പൊട്ടിച്ചതിന് ശേഷം വെളുത്തുള്ളി, ഒരു 4 കഷ്ണം വെളുത്തുള്ളി, ഒരു ചെറിയ കപ്പ് ചെറിയ ഉള്ളി, തക്കാളി കട്ട് ചെയ്യരുത്, 1.5 തക്കാളി, വലിയ തക്കാളിയാണെങ്കിൽ 1 മതി. തക്കാളി, കുരുമുളക്, ഒരു കഷ്ണം പുളി, ഇത്രയും കൂടെ ഒന്ന് നമുക്ക് വറുത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം. എണ്ണയിലാണ് വഴറ്റിയെടുക്കാനുള്ളത്. ഒന്ന് വഴണ്ട് വരട്ടെ. ചെറു തീയിലിട്ട് വഴറ്റിയെടുക്കണം. എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഇതാ ഇവിടെ ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇനി ഇത് തണുത്തതിന് ശേഷം ഒരു മിക്സിയിലെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതേ ചട്ടിയിൽ തന്നെ ഒരു 2 സ്പൂൺ മുളക് പൊടി, മീനിൻ്റെ കണക്കിനനുസരിച്ച്, എനിക്കിവിടെ കുറച്ചേ ഉള്ളൂ, മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് ഈ മിക്സിയിലെ ജാറിൽ ആദ്യം നമ്മൾ വറുത്ത് കോരിയ സാധനങ്ങളിട്ട് ഈ പൊടിയും കൂടെ ഇട്ട് ഒന്ന് അടിച്ചുകൊണ്ട് വരണം. മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ മീനിൻ്റെ അളവിനനുസരിച്ചാണ്. ഞാനിവിടെ 2 സ്പൂൺ മുളക് പൊടി, ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി വറുത്തോളൂ. ഇപ്പം നമുക്കത് അവിടെ അടിച്ചുകൊണ്ട് ഈ രീതിയിൽ അടിച്ചുകൊണ്ട് നിന്നിട്ടുണ്ട്. ഒരു ചട്ടി ഗ്യാസിൽ വെച്ച് നമുക്ക് അരപ്പൊഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ മുളക് പൊടി വറുത്ത ചട്ടിയിലാണ് വെള്ളം ചൂടാക്കാൻ വെച്ചത്. അതുകൊണ്ടാണ് ആ കളറ്. അതും കൂടെ ഒന്ന് നമുക്ക് ഇതിലോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ഉപ്പും ഇട്ട് കൊടുക്കണം. ഉപ്പും ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് കലക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കുന്ന മീൻ നമ്മൾ തിളയ്ക്കും മുമ്പേ ഇടുന്നത് നല്ലതാണ്. അതല്ലെങ്കിൽ അരപ്പ് തിളച്ചതിന് ശേഷം ഇട്ടാലും മതി. ഇന്ന് ഞാൻ ഇങ്ങനെയാണ് വയ്ക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് മൂടി വെച്ചൊന്ന് വേവിക്കാം. പല രീതിയിൽ നമുക്ക് വയ്ക്കാം. മത്തി ഇങ്ങനെ വയ്ക്കാനാണ് ഏറ്റവും നല്ലത്. മത്തി അയിലയും വയ്ക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് സ്പൂണിട്ടൊന്ന് അനക്കി കൊടുക്കാം. അധികം കറി വേണ്ട, എനിക്ക് കുറുകിയ ചാറോടുമാണ് എനിക്കിഷ്ടം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. തിളച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗ്യാസ് മീഡിയം സൈസിൽ തീയാക്കി കൊടുക്കാം. പറയുമ്പോൾ തെറ്റിപ്പോവും, ക്ഷമിക്കണം. ഇതവിടെ കറി ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി കറിവേപ്പില ഇട്ട് ഒരു 5 മിനിറ്റ് കൂടെ നമുക്കൊന്ന് മൂടി വയ്ക്കാം. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതാണ്. ഞാൻ വീഡിയോ ലെന്താവാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് കാണിക്കുകയാണ് ചെയ്യണത്. വേവുന്ന സമയം വരെ ഇട്ടേക്കണം.